ശ്രീ ഐ ബി സതീഷ്. സർ, ഫെഡറൽ സംവിധാനം നിലനിൽക്കുന്ന ഒരു രാജ്യത്ത് കേന്ദ്ര സർക്കാർ ഒരിക്കലും പ്രകടമാക്കാൻ പറ്റാത്ത പകയും വിവേചനവും കേരളത്തോട് കാണിക്കുകയാണ്. വിധവാ പെൻഷൻ ഉൾപ്പെടെയുള്ള സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾക്ക് നൽകേണ്ട കേന്ദ്രവിഹിതം നൽകുന്നില്ല. നാഷണൽ ഹെൽത്ത് മിഷൻ വഴി സംസ്ഥാനത്തിന് ലഭ്യമാകേണ്ട തുക നൽകുന്നില്ല. അതുവഴി ആരോഗ്യ പ്രവർത്തകർക്കും ഡോക്ടർമാർക്കും വേതനം നൽകാനാകാത്ത സ്ഥിതിവിശേഷമുണ്ട്. ഈ സാഹചര്യത്തിൽ ഏൽക്കേണ്ടി വരുന്ന അധിക ഭാരം എങ്ങനെയാണ് മറികടക്കാനാവുക? മിനിസ്റ്റർ. സർ, ഈ അധിക ഭാരം ധാരാളം ഉണ്ടാവുമെന്ന് മാത്രമല്ല, ഞാൻ ഈ വർഷത്തെ കണക്ക് തന്നെ പറഞ്ഞു സർ. 5600 ചില്ലാനും കോടി രൂപ ഓൾറെഡി കമ്മിറ്റഡ് ആയിട്ട് നമുക്ക് വിവിധ സെൻട്രൽ പിന്നെ ഈ കേന്ദ്രവും സംസ്ഥാനവും ചേർന്നുള്ള പദ്ധതികളിൽ കേന്ദ്രവിഹിതമായി കിട്ടാനുള്ളത് നമുക്ക് പെൻഡിങ് ആണ്. നമുക്കാണെങ്കിൽ ഫീസൊന്നും വർദ്ധിപ്പിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ടാക്സ് ഒന്നും വർദ്ധിപ്പിക്കാൻ പറ്റില്ല. നമ്മുടെ GST ഉൾപ്പെടെ എല്ലാം തീരുമാനിക്കുന്നത് കൗൺസിലാണ്, സെൻട്രൽ ഗവൺമെൻറ്റാണ് മുൻകൈ. മദ്യവും പെട്രോളുമാണ് ആകെ. അത് നമുക്ക് കൂട്ടാൻ പറ്റിയിട്ടില്ല, കൂട്ടാൻ പറ്റുന്നില്ല നമ്മൾ എടുക്കുന്നില്ല. കാരണം മദ്യത്തിന് വില കൂട്ടിയാൽ മയക്കുമരുന്നിൻ്റെ ഉപയോഗം വർദ്ധിക്കും. അതുകൊണ്ട് നിലവിലുള്ളതിനെ വളരെ എഫക്റ്റീവായിട്ട് ഉപയോഗിച്ചുകൊണ്ടാണ് പോകുന്നത്. അതിനകത്ത് നിന്നുകൊണ്ട് നമ്മൾ ഈ കാര്യങ്ങൾ ചെയ്യാൻ എല്ലാ തരത്തിലും ശ്രമിക്കുന്നുണ്ട് സാർ. വളരെ ഒപ്റ്റിമൈസ് ചെയ്ത് സാമ്പത്തികമായിട്ട് കൃത്യമായ കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് കൊണ്ടുപോകാനാണ്. ഒരു കാര്യത്തിലും കുറവ് വന്നിട്ടില്ല എന്ന് മാത്രമല്ല, എല്ലാ മേഖലയിലും പണം കൂടുതൽ ചിലവാക്കാനും കൊടുക്കാനും നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് നമ്മുടെ സംസ്ഥാനത്തെ ജനങ്ങളുടെ ആകെ സഹകരണത്തോടു കൂടി ഗവൺമെൻറ് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാണ് സാർ.